ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന 88/2025 ക്വസ്റ്റ്യൻ കോഡ് WCPOയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ, റൂസോ. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ആയില്യം തിരുനാൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം? ഓപ്ഷൻ ഡി 1917. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ് എന്ന് പറയുന്നത് മീററ്റിലാണ്, തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതാവ് കൺവർ സിംഗ് ആയിരുന്നു എന്ന് പറയുന്നു, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്. അപ്പം ബാക്കി 2ഉം 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. 1ഉം 3ഉം ആണ് ആൻസർ. അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, വൈക്കം സത്യാഗ്രഹം. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ, 3 ശരി എന്നുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. അടുത്തത് 8. ലോകത്തിൻ്റെ ദാനപുര എന്നറിയപ്പെടുന്ന പ്രയറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? PSC പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം 2 ശരി എന്നുള്ളതാണ്. കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 3 ശരി. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം? ട്രെയിൻ ടു പാകിസ്ഥാനാണ് പമേല റൂക്സ് സംവിധാനം ചെയ്തത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ചെനാബ് നദി. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ? ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇവിടെ ബന്ധമില്ലാത്തത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ 4 മാത്രം എന്നുള്ളതാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ഓപ്ഷൻ ബി ഗോതമ്പ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ്. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം സി ആണ് കൊടുത്തിട്ടുള്ളത്. 1, 2, 4 ശരിയാണ്. 1935 സ്ഥാപിതമായി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ധനനയം നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇതാണ് PSC ആൻസർ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇന്ത്യയുടെ സ്ഥാനം 3ാമത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഹരിത വിപ്ലവമായിട്ട് ശരിയല്ലാത്തത് ഇതിൽ ഓപ്ഷൻ സി ആണ്, 2 ശരിയല്ല. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളത് ശരിയായിട്ടുള്ളതല്ല. ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് 1965 അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അമൃതകാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. എ ആണ്. 2022-23 യൂണിയൻ ബഡ്ജറ്റ് എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. വിദ്യാഭ്യാസ അവകാശം 86 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഭരണഘടനയുടെ 21A
എ എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2008 നിയമം വന്നിട്ടുള്ളത്, 2010 എന്ന് ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്? നീതിന്യായ പുനരവലോകനം. ഈ ആശയം വന്നിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നീതിന്യായ പുനരവലോകനം, ഓപ്ഷൻ ഡി ആണ് അമേരിക്ക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, 324. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി 324 ആർട്ടിക്കിളിലാണ് പറയുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയല്ലാത്തത്. 1ഉം 2ഉം മാത്രം. 42ാം ഭേദഗതിയല്ല, 44ാം ഭേദഗതിയാണ്. അതുപോലെ 300A ആണ് അവിടെ വരിക. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. ഇനി വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1989 61ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപര്യത്തിനു വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഡാഷ് ആണ്, രാജ്യസഭയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്, ശരിയാണ്. അതുപോലെ ഇംപീച്ച്മെൻറ്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് എന്നുള്ളതും ശരിയാണ്. 1ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ. ലോക തണ്ണീർത്തട ദിനം. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫെബ്രുവരി 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1ഉം 2ഉം മാത്രം. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം സെഷൻ 186, 94 കേരള മുനിസിപ്പാലിറ്റി നിയമം സെഷൻ 205. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം. ഓപ്ഷൻ എ ആണ് ആൻസർ, 2007 മെയ് 4. അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1994 ഏപ്രിൽ 23 ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഹീമോസോയിൽ. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, എലിസ. 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, IgA. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ, HPV വാക്സിനാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിന്, HPV. അടുത്തത് 37 ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 4 വരും, ABCD എന്നുള്ളതാണ്. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യന്. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്, കാരണം? ഓപ്ഷൻ ബി ആണ് ആൻസർ, വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു, മർദ്ദം കുറഞ്ഞാൽ അത്? ഓപ്ഷൻ സി ആണ് ആൻസർ, കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കും. താഴെ പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്നുള്ളത് പ്രകാശത്തിൻ്റെ സ്വഭാവമല്ല. ഇനി അടുത്തത് 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർഷിപ്പ്
ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഓപ്ഷൻ എ ആണ് ആൻസർ, സ്പേസ് എക്സ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 7ന് മുകളിൽ. അറ്റോമിക സംഖ്യ 23 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? 23 അറ്റോമിക സംഖ്യ വരുന്നത് ഓപ്ഷൻ സി, ഡി ബ്ലോക്കിലാണ്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? ഓപ്ഷൻ എ ആണ് ആൻസർ, 5 മോളാണ്. മൊത്തത്തിലുള്ള ഗ്രാം 90/18 ചെയ്താൽ മതി. 18 എന്ന് പറയുന്നതാണ് ജലത്തിൻ്റെ GMM എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 5 മോൾ എന്നുള്ളത് കിട്ടും. അടുത്തത് 45 ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, നിക്രോമാണ്. അടുത്തത് 46 ക്വസ്റ്റ്യൻ ആണ്. രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ, പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള, കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സാഹിത്യമഞ്ജരി 4ാം ഭാഗം. അടുത്തത് 48 ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി? ഓപ്ഷൻ ബി ആണ് ആൻസർ, നളചരിതം ആട്ടക്കഥ. അടുത്ത 49 ക്വസ്റ്റ്യൻ ആണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3 മാത്രം തെറ്റ്. രോഹിത് ശർമ്മയെ ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുത്തു എന്നത് മാത്രം തെറ്റായിട്ടുള്ളതാണ്. ബാക്കി ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടം. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ 50 ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3 മാത്രം ശരി. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലെത്തിയത്. ഇത് മാത്രമേ ശരിയായിട്ടുള്ളൂ. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതിന് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ആൻസർ പറഞ്ഞു പോകാം. 51ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 0.375 ആണ് ആൻസർ. അടുത്തത് 52. ആൻസർ ഓപ്ഷൻ ഡി, 2205. 53 ഓപ്ഷൻ എ ആണ് ആൻസർ, 18 6. 18ഉം 6ഉമാണ്. അടുത്തത് 54 ഓപ്ഷൻ ബി ആണ് ആൻസർ, 3. 55ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 47. അടുത്തത് 58ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 16. 59 ഓപ്ഷൻ എ ആണ്, 9ഉം 27ഉമാണ് വരുന്നത്. 59 9 27. 60 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 24. മാത്സ് ക്വസ്റ്റ്യൻസ് 10 കഴിഞ്ഞിട്ടുണ്ട്. ഇനി 61 ക്വസ്റ്റ്യൻ ആണ്. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസത്തിൽ അധികരിക്കാൻ പാടില്ല? ഓപ്ഷൻ എ ആണ് ആൻസർ, 14. അടുത്തത് 62 ക്വസ്റ്റ്യന്. BNSൻ്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? അധ്യായം 11 ഓപ്ഷൻ ബി ആണ് ആൻസർ. 63 കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ്റെ സെക്രട്ടറി ആരാണ്? സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ്റെ സെക്രട്ടറി ഓപ്ഷൻ സി, സംസ്ഥാന പോലീസ് മേധാവിയാണ്. 64 ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 7 വർഷം വരെ തടവാണ്. അടുത്തത് 65 ക്വസ്റ്റ്യൻ. BNS ഡാഷ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. BNS ഏത് സെഷനാണ്? സെഷൻ 47 ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് 66 കേരള പോലീസ് ആക്ട് സെഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെ പറ്റി വിശദീകരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ, കമ്മ്യൂണിറ്റി പോലീസിംഗ്. 67 ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിയമിൽ
ഏത് സെഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് സെഷൻ 23. 68ാമത്തെ ക്വസ്റ്റ്യനാണ് അടുത്തത്. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയമുളവാക്കുകയോ ചെയ്താൽ അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ആക്രമണം. 69 ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ ഒരു എ രേഖയാണ് എന്നുള്ളതാണ്. ആൻസർ എ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 70 ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെ പറ്റി അറിയിക്കേണ്ടതാണ്. എച്ച് പറഞ്ഞേക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ സ്ഥിരമോ താൽക്കാലികമോ ആയ താമസ സ്ഥലം. അതുപോലെ വൈ പറഞ്ഞേക്കുന്നത് ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമോ ആയ മരണം സംഭവിക്കുകയോ ആസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തോ ഏതെങ്കിലും മൃതദേഹമോ മൃതദേഹത്തിൻ്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്യുക. അന്നേരമാണ് അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ അറിയിക്കേണ്ടത്. അപ്പം ഇത് രണ്ടും ശരിയാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 71 ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടത്? ഓപ്ഷൻ ബി തദ്ദേശ ഭരണത്തലവനാണ്. 72 ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. 73 NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഓപ്ഷൻ ബി ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. 74 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ സെഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, സെഷൻ 19, 24, 27A. അടുത്തത് 75 ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തൻ്റെ സെൻറ്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പോക്സോ ആക്ട് സെഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യന്, പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. 77 ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? ഓപ്ഷൻ എ ആണ് ആൻസർ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയമാക്കാം. അടുത്തത് 78 വിവര സാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? മാച്ച് ചെയ്യാനാണ്. ആശയവിനിമയ സേവനത്തിലൂടെ കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള ശിക്ഷ സെഷൻ 66A പറയുന്നത്. അടുത്തത് ഐഡൻറ്റിറ്റി മോഷണത്തിലുള്ള ശിക്ഷ വരുന്നത് 66C ആണ്. അപ്പം 1, 1, 2, 4 വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ബാക്കിയും കൂടെ പറയാം. കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ശിക്ഷ സെഷൻ വഞ്ചനയ്ക്കുള്ളത് എന്താണ്? 66D ആണ്. സ്വകാര്യത ലംഘിക്കുന്നതിന് പ്രൈവസി എന്താണ്? 66E ആണ്. അടുത്തത് 79 വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. മുകളിൽ പറഞ്ഞ ഒന്നും ശരിയല്ല. 80 വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്?
ഓപ്ഷൻ സി ആണ്. സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. അടുത്തത് 81 മലയാളമാണ് ഇനി പറയുന്നത്. പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ സി ആണ് പ്രേക്ഷക. അടുത്തത് നിഷ്ഫല യജ്ഞം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. ഇതിലേത് ശൈലിയാണ് നിഷ്ഫല യജ്ഞം? ഓപ്ഷൻ ബി ആണ് വരുന്നത്. കാകദന്ത ഗവേഷണമാണ്. കാകദന്ത ഗവേഷണമാണ് ആൻസർ. 83 നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് രൂപം ഏത്? ഓപ്ഷൻ ഡി നിർ അധികം ആമയമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നിർ അധികം ആമയം. ഇനി സമത എന്ന വാക്കിൻ്റെ സമാന അർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. തുല്യത. 85 12 വർഷക്കാലം എന്നതിൻ്റെ ഒറ്റ പദം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. വ്യാഴവട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ചൊന്നവർ ആണ്. 87 ശുദ്ധരൂപം തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അഷ്ടമുഷ്ടി. അടുത്തത് 88 മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. ഈ വരികളുടെ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ലാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി പാലോട് ചേർന്ന വെള്ളവും പാലാകും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായ പദക്കൂട്ടം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. കാനനം, ഗഹനം, വിപിനം. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തേത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാനാണ്. ദി ടീച്ചർ സെഡ് ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ ടീച്ചർ സെഡ് ദാറ്റ് ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. ഫൈൻഡ് ദി എറർ ആൻഡ് റൈറ്റ് ദി കറക്റ്റ് സെൻറ്റൻസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. 93 പിക്ക് ദി കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി സെൻറ്റൻസ്. 93ൻ്റെ ആൻസർ മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യുവേഴ്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 94 ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ലെറ്റസ് ഗോ ഫോർ എ വോക്ക്. ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഓപ്ഷൻ സി ഷാൽ വി ആണ്. അടുത്തത് കംപ്ലീറ്റ് ദി സെൻറ്റൻസ് ബൈ ആഡിങ് എ സ്യൂട്ടബിൾ വേർഡ് given below. If she had studied harder, she dash passed the exam. Would have ആണ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. 96 സെലക്ട് ദി സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് കളക്റ്റീവ് നൗൺ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് പറയുക. ചൂസ് ദി കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. എത്തിസ്റ്റ് ആണ്. ഓപ്ഷൻ സി. അടുത്തത് ആൻറ്റോണിം എഴുതാനാണ്. അബണ്ടൻറ്റ്. അബണ്ടൻറ്റിൻ്റെ ആൻറ്റോണിം വരുന്നത് സ്കാൻഡി ആണ്. ഓപ്ഷൻ സി സ്കാൻഡി. അടുത്തത് കറക്റ്റ് സ്പെല്ലിംഗ് എഴുതാനാണ്. മിസലേനിയസ് എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളത് എ ഓപ്ഷനിലാണ്. അടുത്തത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ദി മിനിസ്റ്റർ പ്രിസൈഡഡ് ഡാഷ് ദി മീറ്റിംഗ്. ഓവർ ആണ് വരിക. പ്രിസൈഡഡ് ഓവർ എന്നാണ് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കമൻറ്റിൻ്റെ അവിടെ ഹൈപ്പ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹൈപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.